ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു അടുത്തൊരു ഡിഫറെന്റ് വീഡിയോ ആണ്, ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത് ഷോപ്പ് റേറ്റിനകത്തൊന്നും അല്ലേ. ഇവിടെ സാംബിയയിൽ ഈസ്റ്റർ ആയിട്ട് 3 ദിവസം അവധിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണിത്. ട്രിപ്പ് പോകുന്നതല്ല കേട്ടോ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യം. ഞാനിവിടെ സാംബിയയിൽ 5 വർഷമായി, ഏട്ടൻ 10 വർഷം. നിങ്ങൾക്കറിയാലോ, ആഫ്രിക്ക സാംബിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാട്, മൃഗങ്ങൾ, ഇതിനൊന്നും ഒട്ടും പഞ്ഞല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സ് കാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാറുണ്ട്, കാട്ടിൽ സ്റ്റേ ചെയ്യാനൊക്കെ പോകാറുണ്ട്. ഏട്ടനും പോയിട്ടുണ്ട്. അപ്പം ഞാൻ വന്നതിന് ശേഷം എനിക്കങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വാവ ഉണ്ടായി. അപ്പോൾ അവളെയും കൊണ്ട് അങ്ങനെ പോകാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ വാവ ഇത്തിരി വലുതായി. അവളും നമ്മളെപ്പോലെ ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അവളെ കുറച്ച് കംഫർട്ടാക്കി വെച്ച് നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിൽ പോവാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം നമ്മൾ ഇത്തവണത്തെ ഹോളിഡേ നമ്മളെല്ലാവരും കൂടെ ലീവ് കിട്ടിയപ്പോൾ ലോവർ സാംബിയസിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ 4 ഫാമിലി ഉണ്ട്, 13 ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയ കാടല്ലേ, നമുക്കങ്ങനെ ഫുഡൊന്നും കിട്ടത്തില്ല. അപ്പം നമ്മൾ അവിടെ ഒരു 3 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ പ്ലാൻ ചെയ്ത് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അതൊക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മുടേതായ ടൈപ്പ് ഓഫ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചധികം സമയമൊക്കെ വേണ്ടേ. പിന്നെ നമ്മൾ ചെല്ലുന്നിടത്ത് ആ കിച്ചൺ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവുന്നൊന്നും ഉറപ്പില്ല. അപ്പം നമ്മൾ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നതും ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതായ കുറച്ചധികം ഫുഡൊക്കെ വാങ്ങിച്ചിരുന്നു. പിന്നെ 3 ദിവസം ഉണ്ട്, എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിക്കുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ചധികം അങ്ങനത്തെ ഫുഡൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കനും മീനൊക്കെ എടുത്തിരിക്കുന്നത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി നമുക്ക് അവിടെ ബ്രായി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി അതൊക്കെ ആവശ്യത്തിന് വാങ്ങിച്ച് നമ്മൾ രാത്രി ഇന്ന് മാരിനേറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ കൂളർ ബോക്സിലൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഗ്രോസറി ഒക്കെ വാങ്ങിച്ചു. നമ്മൾ ട്രിപ്പ് പോകുന്നത് ഫ്രൈഡേ ആയിരുന്നു. നമ്മൾ ഈ ഷോപ്പിങ്ങിന് പോയത് തേഴ്സ്ഡേ ആയിരുന്നു. തേഴ്സ്ഡേ ഉച്ചയ്ക്ക് പോയി, നല്ലോണം സമയമെടുത്തു. വൈകുന്നേരമായി തിരിച്ചെത്തിയപ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ ഷോപ്പ് റേറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ നമുക്ക് 1-2 ഡ്രസ്സൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈസ്റ്റ് പാർക്ക് മാളിലെ വോൾവത്തിലൊന്ന് കയറി. ഞാൻ വാവയും കൊണ്ടാണ് ഷോപ്പിങ്ങിന് പോയെ. ദേവട്ടിയെ വീട്ടിലിരുത്തി. രണ്ടുപേരും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അത്ര ഈസി ആവില്ല. എന്നാൽ തന്നെ വാവ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വൈകുന്നേരം തിരിച്ചെത്തിയത്. അവൾക്ക് വിശപ്പൊക്കെ തുടങ്ങിയപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അവളെ സെറ്റിലാക്കി ഇരുത്തി. പിന്നെ അവൾ അങ്ങനെ വലിയ വാശിയൊന്നും പിടിക്കില്ല. അവൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ നമ്മളങ്ങ് തിരിച്ചെത്തി, പോവാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. നെക്സ്റ്റ് ടൈം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ലഞ്ചിനുള്ളതും നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകാനാണ് പ്ലാന്. അപ്പോൾ ഇഡ്ഡലി, സാമ്പാർ, രസം, ചോറ്, കുറച്ച് ചമ്മന്തി അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പോകുന്നിടത്ത് ഫ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള അവിടെ വെച്ച് നമുക്ക് ഉച്ചയ്ക്കും രാത്രിയൊക്കെ കഴിക്കാം. അങ്ങനത്തെ പ്ലാനൊക്കെ ആവുകൊണ്ട് നമ്മൾ കുറച്ചധികം ഫുഡൊക്കെ എടുത്തു വരുന്നത്. അങ്ങനെ എല്ലാം റെഡിയാക്കി. നമ്മളിത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. എല്ലാം റെഡിയായി. രാവിലെ 7:30 ഇറങ്ങാമെന്ന പ്ലാനിലായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 7:30 അപ്പം നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ രാകേശ്വരൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് തുടങ്ങാനാണ് പ്ലാന്. അപ്പോൾ അവിടെ എത്തി എല്ലാവരുടെയും ലഗേജൊക്കെ വണ്ടി കയറ്റി, എക്സ്ട്രാ ഉള്ള ഫുഡ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ ഓരോ വണ്ടി കയറ്റിയിട്ട് നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളങ്ങനെ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചങ്ങ് പോയി. വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡ് എത്തിയപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത്. എല്ലാവരും കുറച്ച് ഉണ്ടാക്കിയെങ്കിലും മൊത്തത്തിൽ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലും ഈ നമ്മൾ വാങ്ങിച്ച ഫുഡ് ഇഷ്ടപ്പെടാത്തവർക്ക് ചോറും കറികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. കാരണം നമുക്ക് അവിടെ ഫ്രീസറും ഫ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ടും കൂടെ ഫുഡൊക്കെ എടുത്ത്. അങ്ങനെ നമ്മളെല്ലാവരും അവിടുന്ന് കഴിച്ച് ആ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം നമ്മൾ അവിടെ ഒന്നും ഇട്ടില്ലേ, ആ കവറിൽ എടുത്തിട്ട് അത് കളയേണ്ട ഇടത്ത് തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടി ഒരു കവറൊക്കെ എടുത്ത് അതിൽ തന്നെ എല്ലാം ഇട്ടുവെച്ചിട്ട് നമ്മൾ വണ്ടിയിൽ തന്നെ വെച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ലുസാക്കിയിൽ നിന്ന് ലോവർ സാംബിയസിക്ക് 200 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. ശരിക്കും പറഞ്ഞൊരു 4 മണിക്കൂർ ട്രാവൽ ചെയ്യണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി പോകുക കാരണം നമുക്കൊരു 5-5.5 മണിക്കൂറോളം സമയമെടുത്തു. ചിരുണ്ടോ എന്ന് പറയുന്ന സ്ഥലം വരെ നല്ല റോഡായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് 1.5 മണിക്കൂർ ഓഫ് റോഡായിരുന്നു. കുലുങ്ങി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയത്.
അങ്ങനെ കുലുങ്ങി കുലുങ്ങി ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനെത്തി. വാവയൊക്കെ നല്ല ഉറക്കം ഉറങ്ങിയായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്ക്. അതുകൊണ്ട് അവളുടെ ഉച്ചത്തെ ഉറക്കം അങ്ങ് കഴിഞ്ഞു. ഇനി ഭക്ഷണം കൊടുത്ത് ബാക്കി പരിപാടികൾ തുടങ്ങാം. അപ്പം ഞങ്ങളുടെ കൂടെ നിങ്ങളും വാ, നമുക്ക് ലോവർ സാംബേസി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആ സൈഡിൽ 2 ഉണ്ട്. അങ്ങ് നിൽക്കുന്നുണ്ടോ ഈ ആനയുടെ അപ്പുറത്തെ സൈഡ് റൈറ്റ് 2 കറമ്പ്. ആനയാ. ബോട്ടിങ്ങിന് പോകുമ്പോ നല്ലോണം കാണും. ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടോ അതുകൊണ്ട് വെള്ളത്തിൽ. നമ്മൾ ഗെയിം ഡ്രൈവ് ബുക്ക് ചെയ്തിരുന്നു. അത് ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു. ഇപ്പം നമ്മൾ എത്തിയപ്പോഴേക്കേ 2 മണിയായിരുന്നു. അപ്പം നമുക്ക് ഒട്ടും സമയമില്ല. പെട്ടെന്ന് നമ്മുടെ ബാഗൊക്കെ റൂമിൽ വെച്ച് ലഞ്ചും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അവിടെയുള്ള ഒരു വ്യൂ. മുന്നിൽ തന്നെ റിവറും അതിൻ്റെ അപ്പുറത്ത് കുറച്ചിങ്ങനെ പുല്ലൊക്കെ, അക്കരയിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. അവിടെ ആന, ഹിപ്പോ അതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഗെയിം ഡ്രൈവിന് ഇറങ്ങി. ലോവർ സാംബേസി നാഷണൽ പാർക്കിന്റെ അകത്തു കൂടെ ഞങ്ങളുടെ ഗെയിം ഡ്രൈവ്. ബാക്കിൽ വെള്ള കളറുണ്ടോ? അല്ല, അതിന് വേറൊരു പേരാ അതിന് പറയുന്നത്. Wow, aeroplane! That is like a
കുറെ പേര് അങ്ങനെ കാടിനകത്ത് കൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അപ്പോഴത്തേക്ക് അവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. നമുക്ക് അവിടെ ഒരു ഷെഫ് ഉണ്ടായിരുന്നേ. അപ്പം നമുക്ക് വേണ്ടതെല്ലാം കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടാണ് പോയത്. നമ്മൾ പോയി വന്നപ്പോഴത്തേക്ക് 8 മണി കഴിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഷെഫ് നമ്മൾ പറഞ്ഞെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ നമ്മൾ രാവിലെ എടുത്ത ഫുഡിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ അതേ കുറച്ച് പേര് ക്യാമ്പ് ഫയറിൻ്റെ അവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. നമ്മൾ മക്കളെയൊക്കെ ഉറക്കാൻ വേണ്ടി റൂമിൽ പോയി. നമ്മൾ 5 റൂം എടുത്തായിരുന്നു. റൂമിൽ സ്ഥലമുണ്ട്, പിന്നെ ടെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ടെൻറ്റിലാണ് കിടന്നിരുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ലോവർ സംബീസിയിലെ സെക്കൻഡ് ഡേ രാവിലത്തെ കാഴ്ചകളാണ്. പിന്നെ ദേ ഈ കാണുന്നത് ഇവിടുത്തെ കിച്ചൺ. ഇവിടെ അത്യാവശ്യം പാത്രങ്ങളും കുക്ക് ചെയ്യാനുള്ള സ്റ്റൗവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളധികം കുക്ക് ചെയ്തൊന്നുമില്ല. നമ്മൾ കൊണ്ടുവന്നതിന് ഫുഡ് നല്ലതായിരുന്നു, കേടൊന്നും വന്നില്ല. അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവരുണ്ടാക്കി തരുമായിരുന്നു. നമ്മൾ പറഞ്ഞത് നൂഡിൽസ്, പാസ്ത അങ്ങനത്തെയൊക്കെ നമ്മൾ കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ അവർ ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ ചായക്കുള്ള വെള്ളം അതെല്ലാം റെഡിയാക്കി എല്ലാം നമ്മൾ ആ കഴിക്കുന്ന ഒരു ഏരിയ അല്ലേ അവിടെ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. അപ്പം നമ്മൾ രാവിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാൻ വേണ്ടി ഇവിടെ വന്നതാണ്. എനിക്ക് കൂടെ വാവയ്ക്കുള്ള പാലും കൂടെ ബോട്ടിലാക്കി എടുക്കണമായിരുന്നു. പിന്നെ നൂഡിൽസ് കഴിക്കാത്തവർക്ക് വേണ്ടി ബ്രെഡ് ടോസ്റ്റും എഗ് ഓംലേറ്റും അതെല്ലാം ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കഴിഞ്ഞ് എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. ആദ്യം പിള്ളേർ ഇറങ്ങി. അവർ കടന്ന് കളിക്കുന്നുണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും ഇറങ്ങി. രാവുകുട്ടി അവിടെ ഉണ്ട്. അവിടെ പോയി നിൽക്കരുത്, അങ്കിൾ വഴക്ക് പറയും. വിളിച്ചോണ്ട്
വാ അമ്മൂമ്മ നടത്തി നിങ്ങളെ രണ്ടുപേരും അപ്പുറം നിർത്തി അവിടെ അങ്ങനെ കുറേ നേരത്തെ വെള്ളത്തിൽ കളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കയറി ഡ്രസ്സൊക്കെ മാറി തിരിച്ചു വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വെയിലും ഇല്ല തണുപ്പും ഇല്ല. അപ്പം ഇങ്ങനെ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പിള്ളേരെയൊക്കെ വെച്ചിട്ട് ഒത്തിരി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. പിന്നെ ഇനി അടുത്ത നമുക്ക് ആക്ടിവിറ്റി ഉള്ളത് ഉച്ചയ്ക്കായിരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് ബോട്ട് ക്രൂസ് ഉണ്ടായിരുന്നു. അപ്പം അതിനിഷ്ടം പോലെ സമയമുണ്ട്. അപ്പം നമ്മൾ ആ നേരം കൊണ്ട് ഫുഡൊക്കെ കഴിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ നേരം സംസാരിച്ചിരുന്ന് അങ്ങനെ കുറേ സമയം കളഞ്ഞു. പിന്നെ അങ്ങനെ ഉച്ചയായി, നമ്മൾ ലഞ്ച് കഴിച്ചു. ലഞ്ചിന് ചോറും ഫിഷ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ആക്ടിവിറ്റിക്ക് പോയിറങ്ങുക, ബോട്ട് ക്രൂസിന്. നമ്മൾ എല്ലാ പരിപാടിക്കും എവിടെ ഇറങ്ങുമ്പോഴും നേരം വൈകിട്ട് ഇറങ്ങാറ്. ഇന്ന് കാര്യമായിട്ട് വേറെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ റെഡി ആയിട്ടിരുന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കലും കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. ഞങ്ങളുടെ 3 ദിവസത്തെ ഓർമ്മകൾ എന്തായാലും ഒരു വീഡിയോയിൽ തികയത്തില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഇടാമെന്നോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.